അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുന്നില്ല എന്നൊരു പരാതി ഇപ്പോൾ പ്രബലമായി തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പരമാവധി അമേരിക്കൻ മീഡിയകളും പത്രങ്ങളും ഇത് വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുരംഗത്ത് നിന്ന് അയാൾ അപ്രത്യക്ഷനായിരിക്കുന്നു. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ സന്ദർശനത്തിന് ശേഷം സജീവമായ രീതിയിൽ അദ്ദേഹത്തെ കാണാനില്ല എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന പരാതി. അപ്പോൾ ഏതെല്ലാം തരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലാണ് അയാൾ അപ്രത്യക്ഷനായത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരം കൃത്യമായ രീതിയിൽ പ്രസിഡന്റിന്റെ ഓഫീസും പുറത്തുവിടുന്നില്ല എന്നുള്ളത് കൊണ്ട് വലിയ രീതിയിൽ ആകാംക്ഷ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. രണ്ട് വിഷയം ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതിലൊന്ന്, ആരോഗ്യ സംബന്ധമായിരിക്കുന്ന പ്രശ്നം അദ്ദേഹത്തിന് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. 80 വയസ്സ് കഴിഞ്ഞു, 87 വയസ്സാണ് ഏകദേശം അദ്ദേഹത്തിന്റെ പ്രായം കണക്കാക്കുന്നത്. അപ്പോൾ അത്രയും വയസ്സ് ഉള്ളത് കൊണ്ട് അതിൻ്റെതായിരിക്കുന്ന ഒരു പ്രയാസം യഥാർത്ഥത്തിൽ ട്രംപ് അനുഭവിക്കുന്നുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ കാണുന്നത്. മറ്റു ചില റിപ്പോർട്ടുകളിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായിരിക്കുന്ന വിമർശം രാജ്യത്തിലെ കോടതി, സുപ്രീം കോടതിയും പ്രാദേശിക കോടതിയൊക്കെ നടത്തിയിട്ടുണ്ട്. അത് ലോക രാജ്യങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് അപ്പുറം എല്ലാ രാജ്യങ്ങളുമായി തെറ്റുന്ന രീതിയിലും പിണങ്ങുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്യുന്നത്. പരമാവധി ലോക രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ സംവിധാനം വന്നു കഴിഞ്ഞാൽ, അല്ലെ പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വന്നാൽ, ലോക രാജ്യങ്ങളെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവർക്കിടയിൽ ഭിന്നതയുണ്ടെങ്കിൽ അത് തീർക്കുകയും അങ്ങനെ ഒരു വലിയ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും സമൃദ്ധമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളെല്ലാം മറ്റു ലോക രാജ്യത്തിൻ്റെ മുൻപിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരെപ്പോഴും ഉയർന്നു നിൽക്കുന്ന അല്ലെ ഉണർന്നു നിൽക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യാറുള്ളത്. പരമാവധി ശത്രു രാജ്യങ്ങളോട് പോലും നല്ല സമീപനമാണ് അമേരിക്കൻ പ്രസിഡന്റുമാർ കാലോചിതപരമായി നടത്തി വരാറുള്ളത്. എന്നാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ നികുതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ എല്ലാ രാജ്യങ്ങളുമായിട്ട് ഉടക്കുകയും അകന്നു നിൽക്കുകയും ചെയ്യുന്ന രീതിയിലും ശത്രുക്കളെ നിർമ്മിക്കുന്ന രീതിയിലുമാണ് അദ്ദേഹത്തിന്റെ സമീപനവും പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. ഇത് അദ്ദേഹത്തിനെ സാരമായിട്ട് ബാധിച്ച വിഷയമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. മറ്റൊരു വിഷയം പറയുന്നത്, റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ ഈ അമേരിക്കയുടെ സന്ദർശനം എത്തിയതോടനുബന്ധിച്ച് അവിടെ 3 യുദ്ധവിമാനങ്ങൾ അവരുടെ ഈ സമ്മേളന നഗരിയോടനുബന്ധിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 റൗണ്ടായിട്ട് പറന്ന് നടന്നിട്ടുണ്ട്. അത് ഇവർ ഒരു നിരീക്ഷിക്കുകയും ചെയ്തിട്ട് അമേരിക്കൻ പ്രസിഡന്റും റഷ്യയുടെ പ്രസിഡന്റും സംയുക്തമായിട്ട് രീതിയിൽ തന്നെ ആകാശ നിരീക്ഷണം നടത്തുന്നതൊക്കെ ഈ ചാനലിലൊക്കെ വളരെ പ്രകടമായിട്ട് തന്നെ പുറത്തു വന്നതാണ്. ഇത് ഒരു മുന്നറിയിപ്പാണ് റഷ്യയുടെ പ്രസിഡന്റിന് എന്ന തരത്തിൽ ചില മീഡിയകൾ അത് റിപ്പോർട്ട് ചെയ്തു. റഷ്യയുടെ പ്രസിഡന്റ് വളരെ ലാഘവത്തോടു കൂടിയാണ് ആ വിഷയം കൈകാര്യം ചെയ്തത്. കാര്യം അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമുള്ള കാര്യമോ വിഷയമുള്ള കാര്യമല്ല എന്ന തരത്തിൽ. എന്നാൽ ഇത് തിരിച്ചുകൊണ്ട്, അതായത് റഷ്യയുടെ പ്രസിഡന്റ് തിരിച്ച് ഇത്തരമൊരു സംഭവങ്ങൾ നടത്തുമോ അതല്ലെങ്കിൽ അത്തരമൊരു ഭീഷണി സംബന്ധമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഉണ്ടോ എന്ന് അദ്ദേഹത്തിനൊരു സംശയം തോന്നുന്നു എന്ന തരത്തിലാണ്. എന്ന് വെച്ചാൽ വധശ്രമവുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റോ ഏതെങ്കിലും വിഷയത്തിൽ ട്രംപിനെ പ്രതിയാക്കുന്ന അല്ലെങ്കിൽ ട്രംപിനെ ലക്ഷ്യം വെക്കുന്ന രീതിയിൽ റഷ്യ എന്നല്ല വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അതിലൊരു വിഷയം പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഇറാനുമായിട്ടൊന്നും അമേരിക്കക്ക് നല്ല ബന്ധമല്ല എന്നതിനപ്പുറം വലിയ രീതിയിൽ അവർ ശത്രുതയുണ്ട്. ഇലക്ഷനോടനുബന്ധിച്ചിട്ട് അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനോടനുബന്ധിച്ച് പ്രസിഡന്റിന് നേരെ ഒരു വധശ്രമം നടന്നതാണ്. ആ വധശ്രമത്തിൽ അദ്ദേഹം അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. ചെവിക്കാണ് വെടികൊണ്ടത്, തലക്കുള്ള വെടി ചെവിക്ക് കൊണ്ടു എന്നുള്ളതാണ്. അവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം അപ്പം തന്നെ അവിടെ നിലനിന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, വെടിവെച്ചയാളെ അമേരിക്കയുടെ ഉദ്യോഗസ്ഥന്മാർ വെടിവെച്ച് കൊന്നു. അതോടുകൂടി പൂർണ്ണമായ രീതിയിൽ അതിൻ്റെ തെളിവ് നശിക്കപ്പെട്ടു. കാര്യം വെച്ചാൽ ഏത് കാരണത്തിന് ഏത് സാഹചര്യത്തിലാണ് വെടിവെപ്പ് നടന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിരിക്കുന്ന വിവരങ്ങളോ റിപ്പോർട്ടുകളോ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ആദ്യഘട്ടത്തിൽ അന്നത്തെ ഇലക്ഷനോടനുബന്ധിച്ചുകൊണ്ട് ഒരു വൈകാരികമായിരിക്കുന്ന ഒരു ഇലക്ഷനാണ് എന്നതിനാൽ അമേരിക്കയുടെ അന്നത്തെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു, ഇതിന് പിന്നിൽ ഇറാൻ ഉണ്ട് എന്നുള്ളത്. ഇറാൻ അതിന് മറുപടി പറഞ്ഞു, രേഖാമൂലം തെളിയിക്കണം, അല്ലെങ്കിൽ അന്വേഷണ സംബന്ധമായ രീതിയിലുള്ള തെളിവുകൾ വേണമെന്നുള്ളത്. അതോടുകൂടി അത് അവസാനിച്ചു. പിന്നീട് ട്രംപ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. കാര്യം തെളിയിക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം, വെടിവെച്ച ആളെ വെടിവെച്ച് കൊന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കുറ്റമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്, ഒരു പ്രക്രിയയാണ് ചെയ്തത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല.
ജീവനോട് കൂടിയോ അല്ല കാലിന് വെടിവെച്ചുകൊണ്ടോ പിടിക്കപ്പെട്ടിട്ട് ആ പ്രതിയെ അന്വേഷിച്ചുകൊണ്ട് കാര്യങ്ങൾ കണ്ടെത്തുന്ന ഒരു പ്രവൃത്തിയാണ് സാധാരണ ഇത് ചെയ്യേണ്ടിരുന്നത്. അത് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട് പിന്നെ വലിയ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അതിനോടനുബന്ധിച്ച് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം ഉക്രൈൻ റഷ്യൻ യുദ്ധമാണെങ്കിലും ഈ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമാണ് വല്ലാത്ത രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയും വല്ലാത്തൊരു സാഹചര്യത്തിലും ഇപ്പോൾ എത്തിയിരിക്കുന്നു. അതിശക്തമായിരിക്കുന്ന ആക്രമണമാണ് റഷ്യ ഉക്രൈൻ നേരെ നടത്തിയത്. അവരുടെ മിസൈൽ നിർമ്മിത ഫാക്ടറി പോലും മിസൈൽ പായിച്ചുകൊണ്ട് തകർത്ത് കളഞ്ഞു. വലിയ സാമ്പത്തിക നഷ്ടവും അതോടൊപ്പം തന്നെ സൈനിക നഷ്ടവും നഷ്ടവും റിപ്പോർട്ട് ചെയ്തു. സാധാരണ ഇതിൽ ഉക്രൈൻ റഷ്യൻ യുദ്ധത്തിലൊക്കെ സൈനികമായിരിക്കുന്ന മരണങ്ങൾ മാത്രമാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യാറുള്ളത്. ഇപ്പോൾ നടന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾ, അവിടുത്തെ പൗരന്മാർ പോലും മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. തിരിച്ചടികൾ ഏറെക്കുറെ ഉക്രൈൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ പോലും അത് ഒരു കൃത്യമായ രീതിയിൽ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന അത്ര ശക്തമല്ല എന്നതിനാൽ അതിൻ്റേതായിരിക്കുന്ന ഒരു പ്രയാസം യഥാർത്ഥത്തിൽ ഉക്രൈൻ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഒരു വിഷയം വരുന്നത്. രണ്ടാമത്തെ വിഷയം ഈ ഫലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നോക്കുകയാണെങ്കിൽ മധ്യ ഗസയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മറ്റൊരു കാതലായിരിക്കുന്ന വിഷയം വരുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കനത്ത രീതിയിലുള്ള തിരിച്ചടി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിനുണ്ടായിരിക്കുന്നു. 12ഓളം സൈനികർക്ക് പരിക്കേറ്റു എന്നുള്ളതും 2 സൈനികർ കൊല്ലപ്പെടുകയും 4 സൈനികരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അത് ഒരുപക്ഷെ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇത്രയും വലിയ ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ നടക്കുന്നത് ആദ്യമായിട്ടാണ്. പരമാവധി അവർക്ക് നിയന്ത്രണങ്ങളൊക്കെ പാലിക്കാൻ വേണ്ടിയൊക്കെ സാധിക്കാറുണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അത് സാധിച്ചിട്ടില്ല. അതിൻ്റെ പ്രയാസം യഥാർത്ഥത്തിൽ ഇസ്രായേൽ അനുഭവിക്കുന്നത്. ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇടപെടുന്ന രാജ്യമാണ് അമേരിക്കയുടെ പ്രസിഡന്റും. അത് ഒന്നും ഉണ്ടായിട്ടില്ല. അതൊന്നും ഉണ്ടാവാത്തതിൻ്റെ ഒരു നീരസം യഥാർത്ഥത്തിൽ ഇസ്രായേലിനുമുണ്ട്. എന്താണ് ട്രംപ് മൗനം പാലിക്കുന്നത് എന്ന തരത്തിൽ. മൂന്നാമത്തെ വിഷയം കഴിഞ്ഞ ദിവസം ഇവിടെ യമനിൽ വെച്ച് നടന്ന സംഭവമാണ്. യമനിൽ വെച്ച് നടന്നു എന്ന് പറയുന്നത് അതിശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേൽ നടത്തുന്നു. അവിടുത്തെ പ്രധാനമന്ത്രി അടക്കം ഉന്നത മേധാവികൾ, ഭരണതലത്തിരിക്കുന്ന ഉന്നത മേധാവികൾ കൊല്ലപ്പെടുന്നു. അപ്പോൾ കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് പിന്നീട് അതിനൊരു രണ്ടാം ഘട്ടമുണ്ട്. ആ രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ കഠിനമാണ്. അതിന് ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: വല്ലാതൊന്നും വൈകാതെ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഈ ഇസ്രായേലിന് നേരെ ഉണ്ടാവും. ഞങ്ങൾ അതിൻ്റെ സംവിധാന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ് എന്ന തരത്തിലാണ്. അത് ഏത് രീതിയിലാണ് അക്രമം എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ കറുത്ത ദിനങ്ങളാണ് ഇനി ഇസ്രായേൽ വരാൻ പോകുന്നത്. ഇറാനിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ കഠിനമായിരിക്കും ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു മുന്നറിയിപ്പുകളൊക്കെ യമൻ്റെ ഭാഗത്തുണ്ട്. യമൻ്റെ ഭാഗത്തുനിന്ന് മുന്നറിയിപ്പ് ഉണ്ടായാൽ സാധാരണഗതിയിൽ അവരത് സമാനമായ രീതിയിൽ തിരിച്ചടിക്കാറുണ്ട്. ഇറാനും യമനും പറഞ്ഞാൽ ആ പ്രവൃത്തി അവർ ചെയ്യാറുണ്ട്. ഇസ്രായേൽ ആണ് പല ഘട്ടങ്ങളിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ പ്രവൃത്തി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ ഇടപെട്ട് സംസാരിക്കേണ്ട വ്യക്തിയാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ മൗനത്തിലാണ്. ഒന്നും പറയാൻ വേണ്ടി സാധിക്കുന്നതിനാൽ പ്രത്യക്ഷനാകുന്നില്ല എന്നുള്ളത് വലിയ പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതികൾ നോക്കുന്ന സമയത്ത് ഒരു നല്ലൊരു കാലാവസ്ഥ അന്തരീക്ഷം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടില്ല. ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്തും മിഡിൽ ഈസ്റ്റ് സന്ദർശിക്കുക, അതോടൊപ്പം തന്നെ ഇസ്രായേൽ സന്ദർശിക്കുക, എന്നിട്ട് അത് കൃത്യവും കരമുള്ളതായിരിക്കുന്ന നിലപാട് പറയുക. ഈ പ്രവൃത്തികൾ സാധാരണഗതിയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അല്ലെ ഭരണ സംവിധാനത്തിൽ തന്നെ അയാളെ പതുക്കെ മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടും വരുന്നു. ഞാൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാൻ യോഗ്യനാണ് എന്ന് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതായിരിക്കുന്ന ഒരു പ്രശ്നം ഇതിൻ്റെ ഇടയിൽ വന്നിരുന്നു. അപ്പോൾ അത് ഏത് ഉദ്ദേശത്തിലാണ്, ഏത് തരത്തിലാണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഞാൻ അതിന് യോഗ്യനാണ് എന്നുള്ള തരത്തിൽ. അതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തെ നിലവിലുള്ള പ്രസിഡന്റിനെ മാറ്റുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാവുകയോ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ രാഷ്ട്രീയം തന്നെ കലങ്ങി മറിഞ്ഞ സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എല്ലാ രാഷ്ട്രങ്ങളുമായിട്ട് ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പെരുമാറുന്നത് എന്നുള്ളത് അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമല്ല. ആയതിനാൽ തന്നെ ഈ നിലപാടും ഈ സാഹചര്യങ്ങളും വെച്ച് പൊറിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് അവരുടെ ഭരണകക്ഷികൾപ്പെട്ട ആളുകൾ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നുകൂടിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ വല്ലാതെ മുന്നോട്ട് പോകാതെ തന്നെ
അമേരിക്കയുടെ പ്രസിഡന്റ് ഒരുപക്ഷെ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. കാര്യം ലോക രാജ്യങ്ങളുമായി ശത്രുതയോടുകൂടി നീങ്ങുന്ന സമയത്ത് അമേരിക്ക എന്ന് പറയുന്ന ഏറ്റവും വലിയ സൈനിക ബലമുള്ള ശക്തിയുള്ള രാജ്യം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ ഒറ്റപ്പെടൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ലോകത്തിലെ രണ്ടാം കക്ഷികളായിരിക്കുന്ന റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ആ സ്ഥാനത്തേക്ക് കയറും എന്നുള്ളതിനാൽ അവരെ സംബന്ധിച്ചിടത്തോളം, അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളിടത്താണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അമേരിക്കൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്.